പ്രവാസികളുടെ പ്രാർത്ഥനകളും ഡോക്ടർമാരുടെ പരിശ്രമവും അങ്ങനെ വിഫലമായി. അബുദാബി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 4ാമത്തെ കുട്ടിയും മരണപ്പെട്ടു. ഇതോടെ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 5 ആയി. സൗദി അറേബ്യയിലെ മദീനയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും ഖബറടക്കം നാളത്തേക്ക് മാറ്റി. 8 വയസ്സുകാരനായ അസാം ബിൻ അബ്ദുൽ ലത്തീഫിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പരിശ്രമത്തിലായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പകൽ മുഴുവനും ഡോക്ടർമാർ. പ്രാർത്ഥനകളെയും പരിശ്രമങ്ങളെയും തോൽപ്പിച്ച് വൈകുന്നേരത്തോടെ അസാം വിട പറഞ്ഞു. ഇതോടെ അബുദാബിയിലെ വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങളുടെ എണ്ണം 4 ആയി. അഷസ്, അമാർ, അയാഷ് എന്നിവരാണ് ഇന്നലെ മരിച്ചത്. 5 മക്കളുള്ള ലത്തീഫിനും റുക്സാനയ്ക്കും 10 വയസ്സുകാരിയായ ഇസയെ മാത്രമാണ് അപകടത്തിൽ തിരിച്ചു കിട്ടിയത്. മരിച്ച 3 കുട്ടികളുടെയും സംസ്കാരം ഇന്ന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 4ാമത്തെ കുട്ടി കൂടി മരിച്ചതോടെ ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിവെച്ചു. 4 കുട്ടികളുടെയും സംസ്കാരം നാളെ ഉച്ചയോടെ ദുബായിൽ നടക്കും. ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്രവട്ടം സ്വദേശി ബുഷ്റയും അപകടത്തിൽ മരിച്ചിരുന്നു. ബുഷ്റയുടെ മൃതദേഹം രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം സൗദി അറേബ്യയിലെ മദീനയിൽ വാഹനാപകടത്തിൽ മരിച്ച മഞ്ചേരി വെള്ളിലെ സ്വദേശി നടുവത്തുകളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളും നാളത്തേക്ക് മാറ്റി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളതിനാലാണ് സംസ്കാരം മാറ്റിവെച്ചത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജലീലിന്റെ 7 വയസ്സുള്ള മകൾ നൂറയെ ആശുപത്രിയിൽ നിന്നും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ജലീലിന്റെ മക്കളായ ആയിഷ, ഫിദ ഫാത്തിമ എന്നിവർ ആശുപത്രിയിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.